കിട്ടിയിട്ടുണ്ട്. ഇത്ര ദിവസമായി അമ്മ പണിക്ക് പോയിട്ട്. ഇന്ന് പണിക്ക് പോണം. ഇന്ന് വരാൻ ഇത്തിരി താമസിക്കും. അമ്മ പോയി ഇത്തിരി അരിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം കേട്ടാ. അപ്പൊ കഴിക്കാൻ ഇന്നിച്ച് പഴങ്കഞ്ഞി ഞാൻ വെച്ചിട്ടുണ്ട്. നീ നോക്കിട്ട് കുടിച്ചാ മതി കേട്ടാ. അമ്മ ഉച്ചയ്ക്ക് മുമ്പ് വരാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും അരി വാങ്ങിച്ച് അമ്മ കഞ്ഞി വെച്ച് തരാം കേട്ടാ. സ്കൂളുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഉച്ചയ്ക്കുള്ള എന്തെങ്കിലും ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നു. ഇതിപ്പോ പോയിട്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാം. ആരാ വരണത്? രാധയുടെ മോനാണല്ല. ആ മോമാ കേറി വാ. നാശം പിടിച്ചത് ഇതാ കേറി വരണുണ്ട്. ഇനി പശ തേച്ച് വെച്ചതുപോലെ ഒരു ഇരുത്തോണ്ട് അവിടെ നിന്ന് പൊങ്ങണമെങ്കിൽ ആരെങ്കിലും വിളിക്കണം. കേറി വാ മക്കളെ. രാവിലെ പണിക്കൊക്കെ പോയായിരുന്നു. അമ്മ രാവിലെ പോയ അല്ല കുട്ടി എവിടെ? അവരെ ആ സമയവും ആക്കി എന്തരാ കൊറേ പാവക്കൂട്ടും കണ്ടോണ്ട് ഇരുപ്പ. മക്കൾ അങ്ങോട്ട് ചെല്ലും. അവളെ കൂടെ ഇരുന്ന മക്കളും കൂടി കാണും. മണിയായിരം നിനക്ക് ചോറ് കൊടുക്കാനും പറ്റൂലേ? ചോറൊന്നും ഇല്ലല്ലോ. ഇരുത്തം കണ്ടില്ലേ? നിന്റെ അമ്മ വിളിച്ചതുപോലെ തോന്നി. അങ്ങോട്ട് ചെല്ല്. പോയ വല്ല കഴിച്ചിട്ടൊക്കെ വാ. ചെല്ല്. അമ്മ വിളിച്ചായിരുന്നു. ശരി, എനിക്ക് ഞാൻ പോയിട്ട് വരാമേ. അവൻ പോയോ? അവൻ പോയല്ല. ചെക്ക അങ്ങ് പോയല്ല ചോറ് കഴിക്കാനെന്നും പറഞ്ഞു. സമാധാനായി. കൊച്ചിന് എന്തെങ്കിലും കൊടുക്കാം. വെക്കേഷനെങ്കിലും കൊച്ചിന് എന്തെങ്കിലും വയറ് നിറച്ച് കൊടുത്തൊന്നും വണ്ണം വെപ്പിക്കണമെന്നുണ്ടായിരുന്നു. അത് നടക്കൂല ഈ നാശം പിടിച്ച് ചേർക്കാൻ കാരണം. അതെന്തൊരു വർത്താനം പുള്ളേ നീ പറയണത്? വല്ല കൊടുക്കാൻ പറ്റാത്തത് എന്ത്? ഉമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് ഉമ്മ പറയണത്? ആ ചേർക്ക് ഇവിടെ വന്നിരിക്കുമ്പോ എന്റെ കൊച്ചിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കൊടുക്കാൻ പറ്റുമോ? മുട്ട പാല എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ കൊതിവിടൂലേ? എന്റെ കൊച്ചിന്റെ വയറ് ചീത്താവൂലേ? ഒന്നും അറിയാത്തവരാണ് ഓരോ വർത്തമാനങ്ങൾ. ഇപ്പോഴത്തെ പെൺപിള്ളേരെ ഒരു മനസ്സേ. നമ്മളെയൊക്കെ കാലത്ത് കൊടുത്തും വാങ്ങിച്ചും തിന്നും അങ്ങനത്തെ കാലമായി. കാലം പോയൊരു പോക്കേ. തത്വം പറയാനൊക്കെ എളുപ്പമാണ് ഉമ്മ. പക്ഷേ അത് കൊണ്ടുവരാനാണ് പാട്. എന്റെ കൊച്ചിന്റെ തന്തയെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എനിക്ക് അവരും കൂട്ടാം. എനിക്ക് വേറെ ജോലി ഇല്ലല്ലോ. പടച്ചോനെ, അന്നം തരണതും നീയാ, എടുക്കണതും നീയാ. ഇതൊന്നും ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കണില്ലല്ലോ. എല്ലാവർക്കും കാവലായിട്ട് നീ ഉണ്ടാവണേ. നിങ്ങളെ അമ്മ ഇവിടെ ആരും ഇല്ലല്ലോ. ഞാൻ പറ്റിച്ചോ. എന്തായാലും കഴിക്ക. ഇതൊരു വിശപ്പ്. പഴങ്കഞ്ഞി എങ്കിൽ പഴങ്കഞ്ഞി. ചീത്തായോ എന്തോ. അയ്യോ, ഇത് ചീത്തായല്ലോ. ഇനി ഞാൻ പട്ടിണി തന്നെ ഇന്ന്. രാവിലെ ഒന്നും കഴിച്ചില്ല. വേറെ വിഷമൊക്കെ വരിക. രാവിലെ ഒന്നും കഴിച്ചില്ല. അമ്മ ഇനി വന്നിട്ട് പോയോ? വെള്ളം വെള്ളം കുടിക്കും. ഈ പാലം അങ്ങോട്ട് കുടിച്ചാണ്. നല്ല ബൂസ്റ്റിന്റെ പാലാണ്. അങ്ങോട്ട് കൂടി വയറൊക്കെ കുടിച്ചാണ്. ഇതൊക്കെ വീട്ടിൽ വന്നെന്നാണ് തോന്നുന്നത്. പോയി വാ വേണം. ശരി, എന്നെ വിട്ടതാണെങ്കിൽ ഞാനിനി
ചോറ് കൂടെ. അല്ല മോനെ, രാധ വന്നില്ലേടാ? അല്ല ചേട്ടാ, നീ പോയില്ലേ? നിന്റെ അടുത്തല്ലേ പറഞ്ഞത് നിന്റെ വീട്ടിൽ നിന്നെ അമ്മ വിളിക്കണ, പോയി വല്ല കഴിച്ചിട്ട് വാ ചെറുക്ക, ഇവിടെ വന്നിരിക്കാതെ. ആഹാ, അതെന്താ വീഡിയോന്നും ഇല്ലായിരുന്ന? കൊള്ളക്ക് വേറെ ഒരു പണിയുമില്ല, കിന്നാരം ചോദിക്കുന്നു. കാര്യം ചെയ്യും, ഇവിടെ ചോറ് തിന്നാം. കൊച്ചിനെ കൂടിയിട്ടിരി ചോറെടുത്താണ്. മോനെ, എനിക്കൊന്നും വയ്യ, നിങ്ങളെല്ലാം ഇട്ട് കൊടുത്തോണ്ടാ മതി. വലിയ വിളമ്പിത്തരാം. ഇങ്ങോട്ട് വാടാക്കി കൂടെ ഇത്തിരി ചോറങ്ങോട്ട് വിളമ്പിയാണ്. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പല്ലുമ്പ വിളമ്പിത്തരാം, നീ വാ, അവിടെ പോയിരിക്കും. പിന്നെ ഒരു നേരത്തിന്റെ അന്നത്തിന്റെ മഹത്തെ നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവൂല. 3 നേരം തിന്നോണ്ടിരിക്കുമ്പോഴേ വയറ്റിന്റെ വിശപ്പ് എന്താണെന്ന് നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. ഈ വല്യമ്മക്ക് അതൊക്കെ മനസ്സിലാവും. എനിക്ക് നീ ഒരു നേരത്തെ ആഹാരം തരണ്ട. ആ ആഹാരം എന്റെ കൊച്ചിന് നീ കൊടു. ഹോ, മക്കൾ അവിടെ ഇനി വല്യമ്മ ദാ വരണം. ഇങ്ങനെ കുറെ പെണ്ണുങ്ങള്. എന്റെ പുള്ള ഇങ്ങോട്ട് കേട്ടിരിക്കും. വല്യമ്മ വിളമ്പിത്തരാം. വയറ് നിറച്ച് കഴിച്ചോണം കേട്ടാ. ഇനി വേണമെങ്കിൽ ചോദിക്കണം, വല്യമ്മ തരും കേട്ടാ. വിശപ്പിന്റെ വിലയറിയാത്തവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയൂ. വിശപ്പ് അതെന്താണെന്ന് അറിയുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല.